പാലക്കാട്ടെ പരാജയത്തിന് തൊട്ടു പിന്നാലെ ബി.ജെ.പിയിലെ പടലപ്പിണക്കം ശക്തമായ രീതിയിൽ മുൻപോട്ട് വന്നു. ശോഭാ സുരേന്ദ്രനെ പാലക്കാട്ടെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വിഭാഗം ബി.ജെ.പി അണികൾ ഫ്ലെക്സ് ബോർഡുകൾ വെച്ചിരുന്നു. എന്നാൽ ആ ഫ്ലെക്സ് ബോർഡ് രാത്രിക്ക് രാത്രി കത്തിച്ചു കളഞ്ഞു. പാലക്കാട്ടിലെ പടലപ്പിണക്കത്തിന്റെ സ്വരവും മുഖവും മാറുന്നു. സന്ദീപ് വാര്യർ ബി.ജെ.പിക്കുള്ളിലെ വിഭാഗീയ പ്രശ്നങ്ങളും പടലപ്പിണക്കങ്ങളും കെ സുരേന്ദ്രനോടുള്ള എതിർപ്പും അതുപോലെ കൃഷ്ണകുമാറിനെ നിരന്തരമായി പാർലമെന്റിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിലെയും ഒക്കെ സ്ഥാനാർത്ഥിയാക്കുന്ന ഏകപക്ഷീയമായ സുരേന്ദ്രന്റെ അഭിപ്രായത്തോട് എതിർത്ത് പറയുന്നു. എന്നാൽ ഇത് തന്റെ ഏകപക്ഷീയമായ തീരുമാനമല്ലെന്നും ഇതിൽ ബി.ജെ.പിയുടെ സംസ്ഥാന തലത്തിലെ പല നേതാക്കന്മാർക്കും പങ്കുണ്ട് എന്നും കെ സുരേന്ദ്രൻ തുറന്നടിക്കുകയും ചെയ്യുന്നു. കുമ്മനം രാജശേഖരൻ അടക്കമുള്ള ഒരു വലിയ പാനലായിരുന്നു സി കൃഷ്ണകുമാറിന്റെ പേര് മുൻപോട്ട് വെച്ചത്. ശോഭാ സുരേന്ദ്രന്റെ പേരും പരിഗണിച്ചിരുന്നു. എന്നാൽ ശോഭാ സുരേന്ദ്രൻ വേണ്ട പ്രാദേശിക തലത്തിൽ ജനപിന്തുണയുള്ള ഒരു നേതാവ് മതിയത കേന്ദ്ര നേതൃത്വത്തിന്റെ കൂടി ആവശ്യത്തെ പരിഗണിച്ചുകൊണ്ടാണ് സി കൃഷ്ണകുമാറിനെ പാലക്കാട്ടെ സ്ഥാനാർത്ഥിയാക്കിയതെന്ന് കെ സുരേന്ദ്രൻ ഒരു ആവശ്യം മുൻപോട്ട് വയ്ക്കുന്നു. എന്നാൽ ഈ വിഷയത്തിൽ പരാജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാരം ചുമക്കുവാനുള്ള ഉത്തരവാദിത്വം കെ സുരേന്ദ്രന് തന്നെയാണ്. എന്നാൽ ആ ഭാരം ചുമക്കുവാൻ ബി.ജെ.പിയിലെ മറ്റു നേതാക്കന്മാർ തയ്യാറാകുന്നില്ല എന്നുള്ളതായിരുന്നു ആ സമയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. വി മുരളീധരൻ എന്ന ബി.ജെ.പിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവും മുൻ കേന്ദ്രമന്ത്രിയും ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയും ഒക്കെ അലങ്കരിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ വി മുരളീധരൻ ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്നുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് നൽകിയ മറുപടി ഈ പരാജയത്തെ പറ്റി തനിക്കൊന്നും അറിയില്ല എന്നും പാലക്കാട്ടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താൻ ഇടപെട്ടിട്ടില്ല എന്നും മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിലായിരുന്നു തനിക്ക് പങ്കുണ്ടായിരുന്നത്. ആ പങ്കിന് കൃത്യമായ രീതിയിലുള്ള വിജയം മഹാരാഷ്ട്രയിൽ ഉണ്ടായിട്ടുണ്ട്. പാലക്കാട്ടെ പരാജയത്തിൽ തനിക്ക് പങ്കില്ല എന്ന് വി മുരളീധരൻ പറഞ്ഞൊഴിയുന്നു. അങ്ങനെ പരാജയപ്പെട്ടപ്പോൾ ബി.ജെ.പിയുടെ ഏറ്റവും വലിയ പരാജയത്തിന്റെ മൂല്യകാരണക്കാരനായി കെ സുരേന്ദ്രനെ മുദ്ര കുത്തുന്നു ബി.ജെ.പിക്കുള്ളിലെ പല നേതാക്കന്മാരും. അങ്ങനെ ഇനി കെ സുരേന്ദ്രനെ മാറ്റി പുതിയ അധ്യക്ഷനെ കൊണ്ടുവരണമെന്നും അദ്ദേഹത്തിന്റെ കാലയളവ് അവസാനിച്ചിരിക്കുന്നു എന്നുമായിരുന്നു ബി.ജെ.പിക്കുള്ളിലെ മറ്റൊരു വിഭാഗം നേതാക്കന്മാർ മുൻപോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അങ്ങനെ ശോഭാ സുരേന്ദ്രനെയോ എം.ടി. രമേശിനെയോ അല്ലെങ്കിൽ വി മുരളീധരനെയോ ഒക്കെ വീണ്ടും അധ്യക്ഷനാക്കണമെന്ന ആവശ്യം ശക്തമായ രീതിയിൽ ഉടലെടുത്തിരുന്നു. സുരേഷ് ഗോപിയാണ് ഈ വിഷയത്തിലൊക്കെ ഒരു കൃത്യമായ രീതിയിലുള്ള പങ്കുവഹിച്ചിട്ടുള്ളത് എന്ന ആക്ഷേപം ബി.ജെ.പിക്കുള്ളിൽ നിന്നും ശക്തമായ രീതിയിൽ ഉയർന്നിരുന്നു. പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കം പാർട്ടിക്ക് വലിയ ദോഷമാകുമെന്ന് ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വത്തിന് മനസ്സിലായപ്പോൾ കെ സുരേന്ദ്രൻ തന്നെ തുടർന്നാൽ മതി എന്ന തീരുമാനത്തിലേക്ക് കേന്ദ്ര നേതൃത്വം എത്തി നിൽക്കുന്നു. കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടാൽ സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണ് എന്ന കൃത്യമായ നിലപാട് കെ സുരേന്ദ്രൻ മുൻപോട്ട് വെക്കുന്നു. എന്നാൽ കെ സുരേന്ദ്രൻ മാറണ്ട എന്ന കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടതോടുകൂടി തന്റെ കരുത്ത് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് കെ സുരേന്ദ്രൻ. CPM വിട്ട ഇപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാരെയാണ് ബി.ജെ.പിയിലേക്ക് സുരേന്ദ്രൻ കൊണ്ടുവന്നിട്ടുള്ളത്. പാലക്കാട് നിയമസഭയിൽ ബി.ജെ.പി വിജയിച്ചിട്ടില്ലാത്തടത്തോളം കാലം അവിടുത്തെ പരാജയം ബി.ജെ.പിയുടെ അധപ്പതനമായോ അല്ലെങ്കിൽ സീറ്റിംഗ് സീറ്റ് അല്ലാത്തത് കൊണ്ടോ ഒരു തവണ പോലും വിജയിച്ചിട്ടില്ലാത്തത് കൊണ്ടോ ആ പരാജയത്തെ തികച്ചും കെ സുരേന്ദ്രനെ മാത്രം പരാജയമായി കാണാൻ സാധിക്കില്ല. ഒരു കാര്യം ശരിയാണ്, പാലക്കാട്ടുണ്ടായിരുന്ന ഒരു കരുത്ത്, ആ കരുത്തിൽ ഒരു ക്ഷയമുണ്ടായിട്ടുണ്ട് ബി.ജെ.പിക്ക്. പാലക്കാട് പോലെയുള്ള ശക്തി കേന്ദ്രങ്ങൾ നിരവധി ഉണ്ട് കേരളത്തിൽ ബി.ജെ.പിയെ സംബന്ധിച്ച്. തിരുവനന്തപുരവും പാലക്കാടും പത്തനംതിട്ടയും കാസർഗോഡും തൃശ്ശൂരും എല്ലാം ബി.ജെ.പിയെ സംബന്ധിച്ച ശക്തി കേന്ദ്രങ്ങൾ തന്നെയാണ്. ആ ശക്തി കേന്ദ്രത്തിൽ ഉൾപ്പെടുന്ന ഇടങ്ങളിലെല്ലാം ശക്തമായ രീതിയിലുള്ള വോട്ട് വർധനവ് ബി.ജെ.പി ഉണ്ടാക്കിയിട്ടുണ്ട്. പാലക്കാട് മാത്രമാണ് പരാജയം ഉണ്ടായിട്ടുള്ളത്. ഇനി ഒരു പരാജയം വന്നപ്പോൾ അത് സംസ്ഥാന അധ്യക്ഷന്റെ മാത്രം ചുമലിൽ വെക്കാനാണ് എങ്കിൽ വി മുരളീധരൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന സമയത്ത് താൻ പരാജയപ്പെട്ടിട്ടുണ്ടോ എന്നും ആ സമയത്ത് വി മുരളീധരന്റെ മുകളിലേക്ക് ആരും ഒരു പരാജയ ഭാരവും വെച്ചിട്ടില്ല എന്നും സുരേന്ദ്രൻ വ്യക്തമാക്കുന്നു. അതോടുകൂടി തനിക്ക് പറയാനുള്ള നിലപാടുകൾ വ്യക്തമാക്കുകയാണ്. CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈറ്റില്ലമായ ഇടതുകോട്ടയുടെ ഏറ്റവും കരുത്താർന്ന ആലപ്പുഴയിൽ നിന്ന് ആലപ്പുഴയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിനെ SFI-യുടെ DYFI-യുടെ ഒക്കെ കടന്നു വന്ന ബിപിൻ സി ബാബുവിനെ, പിന്നീട് ബിപിൻ സി ബാബുവിനെ അടക്കം പല നേതാക്കന്മാരെയും CPM-ൽ നിന്ന് ബി.ജെ.പിയിലേക്ക് കൊണ്ടുവന്ന തന്റെ കരുത്ത് വീണ്ടും പ്രകടമാക്കുമ്പോൾ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഒരു അണുവിട് പോലും മാറേണ്ട ആവശ്യമില്ല എന്ന് തെളിയിക്കുകയാണ് കെ സുരേന്ദ്രൻ. ആ സുരേന്ദ്രനെ സംബന്ധിച്ച് അധ്യക്ഷ പദവിയിൽ ഇനിയും തുടരുമെന്നുള്ളതാണ് ഇപ്പോൾ ഒടുവിൽ ലഭിക്കുന്ന തീരുമാനം. എന്തായാലും ബി.ജെ.പിയിൽ ഉടനൊന്നും ഒരു അധ്യക്ഷ മാറ്റം ആരും കാത്തിരിക്കേണ്ട, അതിന് വെള്ളം വാങ്ങി വെച്ചേക്കൂ എന്നുള്ള ഒരു തീരുമാനവും മറുപടിയും ഒക്കെയാണ് കെ സുരേന്ദ്രന്റെ പ്രവൃത്തിയിലൂടെ വ്യക്തമാക്കുന്നത്.